ഒരു രാത്രി സുഹൃത്തുക്കളായ 5 പേർ അർജുൻ, വിനയൻ, മീര, റിയ, കിരൺ എന്നിവർ ഒരു പഴയ മാളികയിൽ തങ്ങാൻ തീരുമാനിച്ചു. ആ മാളികയെക്കുറിച്ച് നാട്ടിൽ പല ഭീകരകഥകളും പ്രചാരത്തിലുണ്ടായിരുന്നു. എന്നാൽ ഇതൊന്നും കാര്യമാക്കാതെ അവർ ധൈര്യപൂർവ്വം അവിടെ പോകാൻ തീരുമാനിച്ചു. മാളികയുടെ ഉള്ളിൽ കടന്നപ്പോൾ തന്നെ അവർക്ക് വല്ലാത്തൊരു തണുപ്പും ഭയവും അനുഭവപ്പെട്ടു. പഴയ സാധനങ്ങളും പൊടിപിടിച്ച കണ്ണാടികളും തകർന്നുപോയ കസേരകളും അവിടെയെല്ലാം ചിതറിക്കിടക്കുന്നുണ്ടായിരുന്നു. അവർ മാളികയുടെ ഓരോ മുറിയും നടന്നു കണ്ടു. അവർക്ക് ആ വീട്ടിൽ തനിച്ചല്ലെന്ന് തോന്നി. അപ്പോൾ തന്നെ ഒരു മുറിയുടെ വാതിൽ ചെറിയ ശബ്ദത്തോടെ അടയുകയും പിന്നാലെ പുറത്ത് കാറ്റില്ലാതിരുന്നിട്ട് കൂടി ജനലുകൾ വലിയ ശബ്ദത്തോടെ തുറന്നടിക്കുകയും ചെയ്തു. അവർക്ക് പേടിയായി തുടങ്ങി. എങ്കിലും അവർ പിന്തിരിയാൻ തയ്യാറായില്ല. അവർ ഹാളിൽ വന്നിരുന്നപ്പോൾ ഒരു പെൺകുട്ടിയുടെ നേർത്ത ചിരി കേട്ടു. അവർ ശബ്ദം കേട്ട ഭാഗത്തേക്ക് ശ്രദ്ധിച്ചു. മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു നിഴൽ നടന്നു നീങ്ങുന്നതിൽ അവർ കണ്ടു. അവർ മുകളിലേക്ക് കയറിപ്പോയി. മുകളിലെ മുറിയിൽ ഒരു പെൺകുട്ടി കണ്ണാടിക്ക് മുന്നിൽ ഇരിക്കുന്നത് അവർ ശ്രദ്ധിച്ചു. മുറിയിൽ വെളിച്ചമില്ലായിരുന്നതിനാൽ അവർക്ക് ആളെ കൃത്യമായി മനസ്സിലായില്ല. അവർ പേടിയോടെ അവളുടെ അടുത്തേക്ക് ചെന്നു. അവർ അടുത്ത് ചെന്നപ്പോൾ അവൾ തല ഉയർത്തി നോക്കി. അവളുടെ കണ്ണുകൾ കറുത്ത നിറത്തിലും മുഖം വളരെ വിളറിയുമായിരുന്നു. അവൾക്ക് ചുണ്ടുകളില്ലായിരുന്നു. അവൾ സാവധാനം പുഞ്ചിരിച്ചു. ആ ചിരി അവരുടെ നെഞ്ചിടിപ്പ് കൂട്ടി. അപ്പോൾ തന്നെ അവർ പേടിച്ച് പുറത്തേക്കോടാൻ തുടങ്ങി. അവർ പുറത്തേക്കോടുമ്പോൾ പല മുറികളിൽ നിന്നും പലതരം ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടായിരുന്നു. പഴയ കാലഘട്ടത്തിലെ സംഗീതം, കൂട്ടച്ചിരി, നിലവിളി തുടങ്ങിയ പല ശബ്ദങ്ങളും അവരെ പിന്തുടർന്നു. അവർക്ക് പേടിച്ച് ഒന്നിനും കഴിഞ്ഞില്ല. ഒടുവിൽ അവർ വീടിന് പുറത്തിറങ്ങിയപ്പോൾ അവർക്ക് ഒരു കാർ ഓടിക്കുന്നയാളെ കാണാൻ കഴിഞ്ഞു. അവർ സഹായം ചോദിച്ചു. ഡ്രൈവർ അവരെ കാറിൽ കയറ്റി. കാറിൽ കയറിയപ്പോൾ അവർ തനിച്ചല്ലായിരുന്നു. നേരത്തെ കണ്ട ആത്മാവ് കാറിന്റെ പിന്നിലുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് മനസ്സിലായി കാറിലെ ഡ്രൈവറും ഒരു ആത്മാവാണെന്ന്. അവർ കാറിൽ നിന്നും ചാടി ഓടാൻ ശ്രമിച്ചു. എന്നാൽ അവർക്കതിന് കഴിഞ്ഞില്ല. പിന്നീട് ആ 5 പേരെയും ആരും കണ്ടിട്ടില്ല. പിന്നീട് ആരും ആ പഴയ മാളികയിലേക്ക് പോകാൻ ശ്രമിച്ചിട്ടില്ല. പോയവരാരും തിരികെ വന്നിട്ടുമില്ല.